അറബി നിലാവിലെ സഫ്വാൻ സഖാഫിയുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോഴും കത്തിപ്പടരുകയാണ്. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സംഘടനാപരമായിരിക്കുന്ന ഒരു പ്രസ്താവന പുറത്തു വന്നതോടുകൂടിയാണ് ഇതിന് ഒന്നും കൂടി തിളക്കം കൂടിയത്. മുൻപേ ഇതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും അതിൽ സംഘടന ഇടപെട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തിയ രീതിയിലുള്ള ഒരു ലെറ്റർ ഹെഡും അതോടനുബന്ധിച്ച് കുറച്ച് വിവരങ്ങളും പുറത്തു വന്നതോടുകൂടി അത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നുകിൽ അത് ആഘോഷിക്കുന്നത്, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വിചാരണ നടത്തുന്നത്. അതിൽ പറയുന്ന കാര്യം, ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സംഘടനാപരമായ രീതിയിലും മതപരമായ രീതിയിലും വിരുദ്ധമായ രീതിയിൽ, സംഘടനയ്ക്കും മതത്തിനും വിരുദ്ധമായിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നതിനാൽ ഇദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നും ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തണം എന്ന രൂപത്തിലൊക്കെയാണ് ഈ വിവരങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയ വഴി വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് സംഘടന തന്നെ പരിശോധിക്കേണ്ടതായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ തെറ്റായിരിക്കുന്ന ഒരു രീതിയാണ് സംഘടന എടുത്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പരാതിയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കാര്യകാരണങ്ങൾ തിരക്കി അയാളിൽ നിന്ന് കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷമാണ് ശിക്ഷാവിധി നടപ്പിലാക്കേണ്ടത്. വ്യക്തിപരമായിരിക്കുന്ന കാര്യങ്ങൾ പരാമർശിച്ചും ചാരിറ്റിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചും ഒരാൾക്കെതിരെ നടപടിയെടുക്കുന്ന നിലപാട് തന്നെ ഉചിതമല്ല. സംഘടന കുറച്ചും കൂടി പക്വമായ രീതിയിലാണ് ഇത്തരം വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ചാരിറ്റി ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽ സാമ്പത്തിക ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അത് സംഘടനയല്ല, അതിൽപ്പെട്ട ആളുകളാണ് ചോദിക്കേണ്ടത്. അത് നിയമപരമായി തന്നെ ചോദിക്കാൻ, ഇത് ചാരിറ്റിയൊക്കെ രജിസ്റ്റർ ചെയ്തായതുകൊണ്ട് അങ്ങനെ ചോദിക്കാനും അതിന് കൃത്യമായിരിക്കുന്ന മറുപടി കിട്ടാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. പിന്നെ ഉംറക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടും വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും കുറെ പോരായ്മകൾ ന്യൂനതകളുമുണ്ട്, ഇന്ന വിഷയങ്ങളുണ്ട് എന്നുള്ളൊക്കെയാണ് പരാമർശമെങ്കിൽ ഈ സംഭവങ്ങൾ ഏത് വ്യക്തി ജീവിതത്തിലാണ് ഇല്ലാത്തത്? അതൊക്കെ ഇങ്ങനെ പബ്ലിക്കിൽ പറയുക എന്ന് പറയാൻ ഉചിതമായിരിക്കുന്ന കാര്യമാണ്. അത് ഏത് ഒരു ഉംറ ടീമുമായിട്ട് ബന്ധപ്പെട്ടും പല ഘട്ടങ്ങളിലും ഇത്തരം പല പരാതികൾ ഉണ്ടായിട്ടുണ്ട്, ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും. പലതും വിശ്വാസപരമായിരിക്കുന്ന കാര്യമായതുകൊണ്ട് പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രം. ഇത് ഇന്ന് ആദ്യമായിട്ട് കിട്ടുന്ന വിഷയങ്ങളൊന്നുമല്ല, ഇത് മുമ്പേ ഉള്ളതാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉസ്താദുമാരെ കുറിച്ച് മോശമായിരിക്കുന്ന പരാമർശ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഉള്ളതായിരിക്കും, ചിലതൊക്കെ ഇല്ലാത്തതായിരിക്കും. ഏതായിരുന്നാലും അതൊക്കെ കൃത്യമായ രീതിയിൽ പരാതിക്കാരെ വെച്ചുകൊണ്ട് പരിശോധിച്ച് അത് കൃത്യത വരുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും സംഘടനയുടെ ചുമതലയും ബാധ്യതയുമാണ്. സുന്നി വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യത്തിലും ഇത്തരം തെറ്റായിരിക്കുന്ന ചില പ്രവണതകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അവരുടേതായിരിക്കുന്ന രീതികൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്. പ്രചരണ ആയുധം നടത്താൻ വേണ്ടി മറ്റ് വിഭാഗത്തിന് നമ്മുടേതായിരിക്കുന്ന രീതികൾ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളൊക്കെ വിട്ടുകൊടുക്കുന്ന ഒരു പ്രവണതയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നത്. ഇതിന്റെ ഈ വിഷയം എന്ന് പറഞ്ഞാൽ വ്യക്തിയെ തേജോവധം ചെയ്യുന്നു എന്ന് പോലെയുള്ള രീതികളാണ് യഥാർത്ഥത്തിൽ സംഘടന തുടർന്നത്. അതിന്റെ സംഘടനാപരമായിരിക്കുന്ന രീതിക്കനുസരിച്ച് ഉചിതമായിരിക്കുന്ന ഒരു നിലപാടല്ല യഥാർത്ഥത്തിൽ എടുത്തത്. കാരണം ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തെയും ഒരു 10 മിനിറ്റ് പുറകോട്ട് ഓടിച്ചു നോക്കിയാൽ ഒരുപക്ഷെ ഇതിനേക്കാണ് വലിയതായിരിക്കുന്ന, ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഇതിനേക്കാണ് വലിയതായിരിക്കുന്ന പല സംഭവങ്ങളും ഒരുപക്ഷെ ഉണ്ടാവും. അത് നമ്മൾ തന്നെ അത് പുറത്ത് പറയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ അത്തരം വ്യക്തിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അത്തരം വിഷയ കാര്യങ്ങൾ എടുത്ത് പബ്ലിക്കിലേക്ക് ഇടുക എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ സംഘടനാപരമായിരിക്കുന്ന മതപരമായിരിക്കുന്ന തെറ്റായ കാര്യം. ഈ പ്രവൃത്തി ചെയ്തവർ ഇദ്ദേഹത്തെ അനുകരിക്കരുത് എന്നോ അല്ലെങ്കിൽ ഇദ്ദേഹവുമായി സഹവസിക്കരുത് എന്നോ പറഞ്ഞ സംഘടനയാണ് അല്ലെങ്കിൽ സംഘടനയിൽപ്പെട്ട വ്യക്തികളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും തെറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ സാധിക്കുന്നത്.